പ്രാർത്ഥിക്കുകയാണ്. PV മുഹമ്മദ് കുരുക്കൽ സ്മാരക കളരി സംഘം അതിൻ്റെ അരങ്ങേറ്റവും കോൽക്കളി പരിചയക്കളി പ്രദർശനവുമാണ് ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാംസ്കാരിക ഭൂമികയിൽ തിക്കോടിയുടെ പേര് അടയാളപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട ആയോധന കലയാണ് ഈ കളരിപ്പയറ്റ്. കേരളത്തിൻ്റെ ചരിത്രം എവിടെ വായിക്കുമ്പോഴും തിക്കോടിയുടെ പേര്, നമ്മുടെ കുരുക്കന്മാരുടെ പേര് എപ്പോഴും സ്മരിക്കപ്പെടും. ഈ കലാരൂപത്തിലൂടെയാണ് ഒട്ടേറെ രംഗങ്ങളിൽ നമുക്ക് പേരുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും തിക്കോടി എന്ന് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓർമ്മയുണ്ടാവുക നമ്മുടെ പഴയ കാലത്തുള്ള കളരിയെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഈ കുരുക്കന്മാരുടെ ശിഷ്യന്മാർ ഇവിടെ ഉമ്മർ കുരിക്കളും റസാഖ് കുരിക്കളും ഉൾപ്പെടെയുള്ള കുരുക്കന്മാർ അവർ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി ഇതിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അവർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആരോഗ്യം എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് ശരിയായ ദിശയിൽ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം, ഇന്നത്തെ ഒരു തലമുറ പലപ്പോഴും പലതും മാറി മാറി ആരോഗ്യം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആരോഗ്യത്തിന് യഥാർത്ഥ രീതിയിലുള്ള പരിചരണം നൽകാൻ ഏറെ സഹായിക്കുന്ന ഒരു കായിക പരിപാടി എന്ന നിലയിൽ നമ്മുടെ സമൂഹം എല്ലാവരും ഒത്തൊരുമിച്ച് അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ കലാരൂപം നമുക്കറിയാം, കേരളത്തിലുള്ള ഈ കലാരൂപം ഇന്ന് വിദേശ രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരെ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം മഹത്തായ ഒരു കലാരൂപമാണിത്. ഇതൊരു കാരണവശാലും ഇതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇത് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കുരുക്കന്മാരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ട്. അവരൊക്കെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഈ കലാരൂപത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി ചിലവഴിക്കുന്നവരാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹത്തായ ഒരു സേവനമാണ്. അവരുടെ ഈ സേവനമില്ലെങ്കിൽ ഈ കലാരൂപം തന്നെ നമ്മുടെ മലയാള മണ്ണിൽ, നമ്മുടെ കടത്തനാട്ടിൻ്റെ ഈ ഭൂമികയിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന സേവനം ഏറ്റവും വലിയൊരു രാജ്യസ്നേഹമാണ്. ആ രാജ്യസ്നേഹം, ആ രാജ്യധർമ്മം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ മനുഷ്യ സ്നേഹിയുടെയും രാജ്യസ്നേഹികളുടെയും കടമയാണ് എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്കും ഇതിൻ്റെ സംഘാടകർക്കും തിക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ ഞാൻ പ്രതികരിക്കുന്ന സംഘടനയുടെയും എല്ലാവരുടെ പിന്തുണയും അതുപോലെ തന്നെ വിജയത്തിനു വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV അബ്ദുൽ അസീസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, തിക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ഹനീഫ മാസ്റ്റർ, തിക്കോടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ VK അബ്ദുൽ മജീദ്, ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള T. ഖാലിദ് സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി NK കുഞ്ഞബ്ദുള്ള സാഹിബ്, ബഹുമാനനും ആദരണീയനുമായ ഉമ്മർ കുരിക്കൽ, അഷ്റഫ് കുരിക്കൽ, ആരിഫ് കുരിക്കൽ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ മഹാനായ മർഹൂം PV മുഹമ്മദ് കുരിക്കൽ സാഹിബിൻ്റെ സ്മാരകമായി നിർമ്മിച്ച ഈ കളരി സംഘത്തിൽ വളർന്നു വരുന്ന തലമുറയെ
ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് നൽകിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒരു പ്രദർശനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുരിക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും കർണാടകയിലും അതുപോലെ തന്നെ ബോംബെയിലുമൊക്കെ കളരികൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ആയോധന കലയെ സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സമൂഹത്തിന് ആവശ്യമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ ഈ കലയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ വളരെയധികം പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട PV മുഹമ്മദ് കുരിക്കൾ. അദ്ദേഹം താമസം തിക്കോടിയിലാണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മലയോര ഗ്രാമമായ നാദാപുരം മുതൽ അങ്ങോട്ടാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാർ ഇന്ന് കളരി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെയധികം ഈ ആയോധന കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയുടെ പേരിലാണ് ഈ കളരി സംഘം അറിയപ്പെടുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ തിക്കോടിയിൽ വളരെയധികം പരിശീലനം സിദ്ധിച്ച ബഹുമാനപ്പെട്ട ഉമ്മർ കുരിക്കളെ പോലെ, ആജി കുരിക്കളെ പോലെ, മരണപ്പെട്ടു പോയ മർഹൂം അബ്ദുള്ള കുരിക്കളെ പോലെയുള്ള ഒരുപാട് ഗുരുക്കന്മാരെ അദ്ദേഹം ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിചരണവും നിരന്തരമായ പരിശീലനവും ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രതിഭകളാണ്. അപ്പോൾ ആയോധന കലയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയോധന കല ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കലയായി ഇന്ന് വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ യുവജനോത്സവം പോലെയുള്ള പരിപാടികളിൽ കോൽക്കളി ഒരു പ്രധാന ഇനം തന്നെയായി ഇന്ന് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലും ഈ കലയെ ഒരു പ്രധാനപ്പെട്ട കലയായി അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കല രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരശാസ്ത്രം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകമായും, അതുപോലെ തന്നെ നമുക്ക് ഭയം കൂടാതെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുവാനും മുമ്പോട്ട് പോകുവാനും കഴിയുന്ന ഒരു ആത്മവിശ്വാസവും കൂടി നൽകുന്ന ഒരു കലയാണ് ആയോധന കല. അപ്പോൾ ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വളരെയധികം സഹായം ചെയ്യുകയും നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തെ ഇതുമായി ബന്ധപ്പെടുത്തി ഉന്നതമായ മൂല്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ഒരു കടമയാണ്. അപ്പോൾ എന്തുകൊണ്ടോ വേണ്ടത്ര ഒരു പ്രോത്സാഹനം ഈ രംഗത്തേക്ക് നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ആയോധന കലയിൽ നിന്ന് രൂപമെടുത്താണ് ഈ കുൻഫുവും അതുപോലെ തന്നെ കരാട്ടയും അതുപോലെ തന്നെ വിവിധ കലകളുണ്ട്. ഈ കലകൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മളെ കടത്തനാടിൻ്റെ മണ്ണിൽ വളർന്നു വന്ന ഈ ആയോധന കല തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാനും ഇതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനുമൊക്കെ തയ്യാറായിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിലെ കളരികളിൽ നിത്യസന്ദർശകരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വിദേശത്ത് ഇതൊരു വലിയ സംഭവമാണ്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഇപ്പോൾ കോൽക്കളി എന്ന് പറഞ്ഞാലും പരിചക്കളി എന്ന് പറഞ്ഞാലും നമ്മളെ മക്കൾക്ക് ആദ്യമായിട്ട് അവരെ ചുവട് ഉറപ്പിക്കുവാനും അവരുടെ മനോവീര്യം ഉയർത്തുവാനും അതുവഴി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അവരെ ചിന്തിപ്പിക്കുവാനും ഉതകുന്ന ഒരു അഭ്യാസമാണ് ഈ കോൽക്കളിയും അതുപോലെ തന്നെ പരിചയക്കളിയുമൊക്കെ. അതൊക്കെ വളർത്തിയെടുക്കൽ, അതിന് പ്രോത്സാഹനം കൊടുത്ത് ഇപ്പോൾ നമ്മളെ കുട്ടികളെ രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലതിൻ്റെയും പിന്നാലെ പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കലയിലൂടെ നമ്മളെ കുട്ടികൾ മുമ്പോട്ട് വരുമ്പോൾ
ഇന്ന് പുറമേ കാണുന്ന പലവിധ മാരകമായ വൃത്തികേടുകളിൽ നിന്നും നമ്മളെ കുട്ടികളെ അവരെ സ്വന്തം മാനസികമായി തന്നെ അവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് സമൂഹത്തിൽ നമ്മൾ വേണ്ടവരാണെന്നും സമൂഹത്തിന് നല്ല ദിശ കാണിക്കേണ്ടവരാണെന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിൽ ഇത്തരം കലകളിലൂടെ ഉയർന്നു വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കോടി ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ അബ്ദുൽ മജീദ് സാഹിബിനെ ക്ഷണിക്കും. ബഹുമാനായ മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി അബ്ദുൽ അസീസ് സാഹിബ്, ഈ യോഗാധ്യക്ഷൻ കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അനീഫ മാസ്റ്റർ, ടി വി മുഹമ്മദ് കുരിക്കൾ സ്മാരക കളരി സംഘത്തിൻ്റെ ഈ പരിപാടിയുടെ സ്വാഗതസംഘം ചെയർമാനും ഈ വാർഡ് വികസന സമിതി കൺവീനറുമായ ടി ഖാലിദ് സാഹിബ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എൻ കെ കുഞ്ഞബ്ദുള്ള സാഹിബ്, റസാഖ് കുരിക്കൽ തുടങ്ങിയ വേദിയിൽ ഉപവിഷ്ടരായ ഗുരുക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാടിനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും കളരി കെട്ടി കോൽക്കളിയും പരിചക്കളിയും അഭ്യസിപ്പിച്ച ഒരു കാലഘട്ടം നമുക്കേവർക്കും ഓർമ്മയുണ്ടാകും. മഹാനായ മർഹൂം പി വി മുഹമ്മദ് കുരിക്കൽ, അതുപോലെ തന്നെ നമ്മളൊന്ന് വിരിഞ്ഞുപോയ ആജി കുരിക്കൽ തുടങ്ങിയ നമ്മുടെ നാടിനെ മറ്റു പ്രദേശങ്ങളിൽ പ്രാചീന കലയായ കോൽക്കളി, പരിചക്കളി അതുപോലെയുള്ള ആയോധന കലകൾ പരിചയപ്പെടുത്തിയ ഗുരുക്കന്മാരായിരുന്നു. അവരുടെ നാമധേയത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു കളരി സംഘത്തിൻ്റെ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ യാതൊരു ലാഭേച്ഛയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ കളരി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിച്ചത്. ഒരുപാട് ദിവസങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെ യാതൊരു സഹായവും കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് അവരൊക്കെ തന്നെ നമ്മുടെ നാടിലെ ഒട്ടനേകം ആളുകളെ ഈ കളരി രംഗത്തേക്ക് കൊണ്ടുവരികയും അവരെ ഗുരുക്കന്മാരായി അവരെ വളർത്തിയെടുക്കുകയും അവർ നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും അവരെ കളരി അഭ്യസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ പ്രദേശം പ്രാചീന കലയായ ഈ കളരിക്ക് പേരുകെട്ട ഒരു പ്രദേശമാക്കി മാറ്റിയതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, മർഹൂം മുഹമ്മദ് കുരിക്കൽ ഉൾപ്പെടെയുള്ള ആജിക്കുരിക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ തിക്കോടിയെ എവിടെ പോയാലും നമ്മളെ ഒരാളുമായി പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറ് മുഹമ്മദ് കുരിക്കളുടെ നാട്ടിലാണോ അല്ലെങ്കിൽ ആജിക്കുരിക്കളുടെ നാട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അറിയപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കളരിയുടെ, അതായത് പ്രത്യേകിച്ച് നാദാപുരം, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നാദാപുരം പോലെയുള്ള, അതുപോലെ തന്നെ കുറ്റ്യാടി പോലെയുള്ള മലയോര മേഖലകളിലാണ് ഒട്ടനേകം കളരികൾ അന്ന് ആരംഭിക്കപ്പെട്ടത്. അവിടെ നിന്നൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ രാവിലെ കാണുമ്പോൾ പല ഭാഗത്തു നിന്നും ആളുകൾ നമ്മുടെ നാടുകളിലെ മുഹമ്മദ് കുരിക്കളെയും അതുപോലെ ആജിക്കുരിക്കളെയും കാണുവാൻ വേണ്ടിയും അവരുടെ നാട്ടിൽ കളരി ആരംഭിക്കാൻ വേണ്ടി ആപേക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാലഘട്ടത്തിലൊക്കെ കാണാൻ സാധിക്കും. അതായത് ആ പ്രാചീന കലയെ നിലനിർത്തുന്നതിൽ നമുക്ക് അവർ ചെയ്ത സേവനം മഹത്തരമാണ്.
എന്നും എക്കാലത്തും നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത്. ആ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ ഉമ്മർ കുരിക്കൾ, അതുപോലെ തന്നെ റസാഖ് കുരിക്കൾ, പുസ്തക കുരിക്കൾ, അതുപോലത്തുള്ള നമ്മുടെ നാട്ടിലെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഇത് വലിയൊരു ലാഭേച്ഛ ഇല്ലാതെ നടത്തുന്ന എല്ലാ സംരംഭം, ഏത് സംരംഭം നമ്മുടെ പ്രദേശത്ത് തുടങ്ങുമ്പോൾ അതിലെന്ത് ലാഭം കിട്ടി എന്ന് നോക്കിയാണ് നമ്മൾ സാധാരണ ആ പ്രവർത്തനങ്ങൾ നടത്താറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, യാതൊരു ലാഭേച്ഛയുമില്ലാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാടിന് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കളരി സംഘം കൂടുതൽ ഉത്തരവാദിത്വം വിജയത്തിൽ എത്തട്ടെ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അനീഫ മാസ്റ്റർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV അബ്ദുൽ അസീഫ്, വാർഡ് മെമ്പർ BK അബ്ദുൽ മജീദ്, സാമൂഹ്യ പ്രവർത്തകനും ഈ പരിപാടിയുടെ സംഘാടകനുമായ T. ഖാലിദ് സാഹിബ്, VM ഉമ്മർ കുരിക്കൽ, റസാഖ് കുരിക്കൽ, മറ്റ് മഹൽ വ്യക്തിത്വങ്ങളെ, ഈ തിക്കോടിയുടെ ഒരു കാലഘട്ടത്തിൽ പ്രശസ്തി നമുക്ക് ഈ രംഗത്ത് നേടിത്തന്നിട്ടുള്ള PV മുഹമ്മദ്